നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഒരു സത്യാവസ്ഥ നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്, അങ്ങനെ എല്ലാം ലൈക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താ നടക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഒരു സത്യാവസ്ഥ എന്ന് പറയാം നമുക്ക്. ഓക്കെ, അതിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് എന്ന് വിളിക്കാം നമുക്ക്. നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും ഒന്നുമല്ലാതെ കാർഡ്സ് എന്താ കാണിക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും സെയിം ആയിരിക്കില്ല, മനസ്സിലാക്കണം. ഓക്കെ, ചില പോയിന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവാം, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഗൈഡൻസ് കേൾക്കാൻ ശ്രമിക്കുക, അതിനാണ് മെയിനായിട്ട്. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിൽ നമുക്ക് കോമൺ റീഡിംഗ് ആണ്, എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. സോ എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവണം നിർബന്ധമില്ല, ബട്ട് ഇതിൽ പറയുന്ന ഗൈഡൻസ് ഉണ്ടാവും അല്ലേ. അപ്പം അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് അതുകൊണ്ട് കിട്ടട്ടെ എന്ന് എടുക്കാം. താരവും കൂടി എടുത്തേക്കാം, ഒരു 4-5 കാർഡുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡെക്ക് ആയിട്ടുണ്ട് ഇതിപ്പോൾ, എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് റീഡിങ്ങിന് ഈ ഒരു ഡെക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എടുക്കാം, ആൻഡ് സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, ടെമ്പറൻസ്, ബാലൻസ് ആണ് കാണുന്നത്. വെരി നൈസ്. മജീഷ്യൻ, എംപറർ. ഓക്കെ, വളരെ ഓക്കെ 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 ക്വീൻ ഓഫ് കപ്സ്. സോറി, ഇത് സിറ്റുവേഷൻ ഇപ്പം നല്ലതാണ് കാണുന്നത്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണാമെന്ന് വിചാരിച്ചു, ബട്ട് നോ, എനിക്ക് തെറ്റി. ഓക്കെ, ഇതിലിപ്പോൾ പ്രോബ്ലം നോക്കാനൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഇവിടെ സിറ്റുവേഷൻ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഇപ്പോൾ വളരെ നല്ല ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വേണം, ഒരു മാനേജ് ചെയ്യുക, എല്ലാത്തിനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന രീതിക്ക് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഇമോഷൻസ് വളരെ ബാലൻസ്ഡ് ആണ്. അവർ നിങ്ങളെയും വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും, ഓക്കെ, അവർക്ക് എന്തെങ്കിലും അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുറച്ച് പേർക്ക്, ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, നിങ്ങൾ മാരീഡ് ആണ്. മാരീഡ് സിറ്റുവേഷൻ എന്തെങ്കിലും കുറച്ച് പേർക്ക് ഉണ്ടാവുക. കാരണം ഇവിടെ എംപറർ ഉണ്ട്, ഹൈറോഫൻ്റ് ഉണ്ട്, 10 ഓഫ് കപ്സ് ഉണ്ട്. സോ എല്ലാം പറയുന്ന ഒരു ഫാമിലി എന്നൊരു സ്ട്രക്ചർ കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അതുണ്ട് ഒരു ഭാഗത്ത്. ഓക്കെ, ബട്ട് ഫീലിങ്സ് നിങ്ങളോടാണ്. ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഫീലിങ്സ് വളരെയധികം നിങ്ങളോടാണുള്ളത്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം അവർ കാണുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും കെയർ ചെയ്യുന്നുണ്ടാവും അവരെ. നല്ലോണം ന്യൂച്ചറിങ് നേച്ചർ ആയിരിക്കാം നിങ്ങളുടെ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ അങ്ങനെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. രണ്ടും ഉണ്ട്. അവർക്കും നിങ്ങളോട് ആ കെയറും സ്നേഹവും എല്ലാം എക്സ്പ്രസ് ചെയ്യണം എന്ന രീതിക്കാണ് കാണുന്നത്. ഇവിടെ എംപറർ ഉണ്ടായിരുന്നു. എംപറർ പറയുമ്പോൾ നമ്മൾ പറയും ലൈക്ക് എല്ലാം ഈഗോ കുറച്ച് വെച്ച് നിൽക്കുക, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുക, ഒന്നും ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്നൊക്കെ പറയും. ബട്ട് ഇവിടെ എനിക്ക് കാണുന്നത് അതെല്ലാം മാറിയ പോലെയാണ്. എനിക്ക് മേ ബി അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അവർ നിങ്ങളെ ഒരു പ്രോപ്പറായിട്ട് നിങ്ങളോട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യണം എന്നവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ മാരേജ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഹെർഫൻ ഉണ്ട്, ഹെർഫൻ മാരേജ് കാർഡാണ്. കുറച്ച് പേർക്ക് ഇനിയിപ്പോൾ തടസ്സങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ മേ ബി നിങ്ങളുടെ റിലീജിയൻ വേറെ ആയിരിക്കാം. ഓക്കെ, ബട്ട് അവർ കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് അവർക്ക് എന്നൊക്കെയാണ് കാണുന്നത്. മജീഷ്യൻ ഉണ്ട് ഇവിടെ, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം എന്നവർ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഈ സിറ്റുവേഷനെ ബെറ്റർ ആക്കാനും ഈ സിറ്റുവേഷനെ അവർ ആക്ച്വലി ഇവിടെ എംപറർ എനിക്ക് നെഗറ്റീവ് റോഡിലല്ല കാണുന്നത്, ഇവിടെ എനിക്ക് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതായത് ശരിക്കും ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട്, അവർ മെച്ചുവേർഡ് ആയിട്ട് ഒരു ഡീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എംപറർ ആവണമെന്നില്ല. അഗൈൻ ഇവിടെ ലേഡീസായിട്ടും നിങ്ങൾക്ക് എടുക്കാം. ലേഡി എനർജി ആണെങ്കിലും അവർ വളരെയധികം ശരിക്കും ഈ റിലേഷൻഷിപ്പിനെ വളരെ ഒരു ജെനുവിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ പറയില്ല, നമ്മളൊരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പറയില്ലേ, അങ്ങനെ അത്രയും പ്രോപ്പറായിട്ട് അവർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്.
കുറച്ച് പേർക്കൊക്കെ ശരിക്കും നിങ്ങൾക്കൊരു മാരേജ് കമ്മിറ്റ്മെന്റ്, സിംഗിൾസ് ആണെങ്കിൽ, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ സൊസൈറ്റിയുടെ മുമ്പിൽ പറഞ്ഞ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് മാരേജ് എന്ന രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഫാമിലി പോലെ കൂടെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഫാമിലി കാർഡാണ്. അതിൻ്റെ ഇവിടെ നൈറ്റ് ഓഫ് പെനിക്കൽസ് ആണ്. അഗെയിൻ വൺ മോർ ലൈക്ക് ദ ബെസ്റ്റ് കാർഡാണ്. കമ്മിറ്റ്മെന്റ് കാർഡാണിത്. ഓക്കെ, കമ്മിറ്റ്മെന്റ് നിങ്ങളോട് വളരെ സ്ലോ ആയിരിക്കാം അവർ ആക്ഷൻസ്. ഓക്കെ, അവർ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എംപറർ പോലെ, അതായത് എല്ലാവരുടെയും നന്മ കൂടി അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മാത്രമല്ല, അവരുടെ ആയാലും എല്ലാവരുടെ ആയാലും അവർ ആ നന്മ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം എന്ന രീതിക്കൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് അവർ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്നത്, പക്ഷേ സ്ലോ ആയിരിക്കാം. ഒരു ഓഫർ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ബട്ട് അവരെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊന്നും നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് യെസ്, അവർ തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു സ്ലോ മൂവിങ് എനർജിയാണ് നൈറ്റ് ഓഫ് പെനിക്കൽസിൻ്റെ. ബട്ട് സ്റ്റഡി ആയിരിക്കും. നമ്മൾ പറയില്ലേ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇത് എനർജി കാണുന്നത് ഇവിടെ. കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഓക്കെ, എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടോ, എന്താണ് സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ വന്നത് വളരെ ഫീലിങ്സ്, യെസ്, ലൈക്ക് ഓസം. ഇതിൽ ഒന്നും എനിക്ക് പറയാനില്ല, നെഗറ്റീവ് പറയാനില്ല. കോഷൻ, ഓക്കെ, ഗാംബ്ലിംഗ്, ഓക്കെ, എന്താ പേഷ്യൻസ്, മാനിഫെസ്റ്റ്. ഇതേ 2 തവണയായി വരുന്നു സെയിം കാർഡ്, മാനിഫെസ്റ്റ് ആൻഡ് ഗിവ് ഇറ്റ് ടൈം. ഓക്കെ, കുറച്ച് സ്ലോനെസ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇതെന്താ കാർഡ്? ഇതൊരു മൂവിങ് എന്ന് മാത്രമല്ല, വീട്, റെസിഡൻസ്, ഹൗസ് എന്ന രീതിക്കാണ്. അഗൈൻ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫാമിലി പോലെ എന്നുള്ളത്. അത് മാത്രമല്ല അഗൈൻ ഇതാ ഇവിടെ പേഷ്യൻസിന്റെ കാർഡ്, ഇതും 2 എണ്ണം ഇവിടെ പേഷ്യൻസിന്റെ കാർഡ് നമുക്ക്. ഓക്കെ ഓക്കെ, എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി കാണിക്കാൻ ശ്രമിക്കുകയാണ്. കോഷൻ ആൻഡ് ഗാംബ്ലിംഗ് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അഗൈൻ ഇത് ഫാമിലിയുടെ കാർഡ് വീണ്ടും ഇവിടെ 2 വന്നിട്ടുണ്ട്. ഫാമിലി, വീട്, നിങ്ങളെ ഒരു സ്ട്രക്ചറായിട്ട്, ചേഞ്ച് ഓഫ് റെസിഡൻസ്, മൂവിങ് ഇൻ വിത്ത് യുവർ പാർട്ട്ണർ, നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് വേണം എന്നാണ് അവർ പറയുന്നത്. അതിപ്പോൾ മാരേജ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഞാൻ ഇപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാതെ എനിവേ നിങ്ങൾക്ക് എന്താണോ പോസിബിൾ ആ രീതിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 1 മോർ കാർഡ് ഉണ്ടായിരുന്നു. ഇത് 4 ഓഫ് വോൺസ് ആണ്. മാരേജിൻ്റെ കാർഡായിരുന്നു ഞാൻ ഓൾറെഡി, അത് ഞാൻ കാണിച്ചില്ല എന്ന് മാത്രം. അഗെയിൻ സെയിം തിങ്. ഞാനിവിടെ ആ വീട് ഇവിടെ ഇതും പറയുന്നത് വീടിൻ്റെ കാര്യമാണ്, ഇതും പറയുന്നത് ഫാമിലി, വീട്, മാരേജ് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എത്ര കൺഫർമേഷൻ വേണം നിങ്ങൾക്ക്? ഞാനതാ ചോദിക്കുന്നത്, എത്ര കൺഫർമേഷൻ വേണം? ഓക്കെ, ഓൺലി തിങ് ഈസ് ഒരൊറ്റ കാര്യമേ ഇവിടെ നമുക്ക് നെഗറ്റീവ് പറയാനുള്ളൂ. എനിക്ക് ഇതിൽ നെഗറ്റീവ് നമ്മളതാ നോക്കിയത്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അഗൈൻ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ, തീർച്ചയായിട്ടും അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെൽ ദ യൂണിവേഴ്സ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. നിങ്ങളുടെ പേഴ്സൺ യൂണിവേഴ്സിനോട് പറയുന്നുണ്ട് എനിക്ക് ഈ വ്യക്തി എൻ്റെ ലൈഫിൽ വേണം എന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട്. ഓക്കെ, ഉറപ്പിച്ചോളൂ, നോ ഡൗട്ട്. പിന്നെ ഇവിടെ give it time and patience പറയുന്നുണ്ട്. Everything in divine timing, let things flow, just a few more months, good things come to those who wait. ഓക്കെ, നിങ്ങളോട് പറയുന്ന പേഴ്സൺ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നടക്കും. ഓക്കെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്ന വല്ല മെത്തേഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. പക്ഷെ കുറച്ച് ക്ഷമ വയ്ക്കാൻ പറയുന്നുണ്ട്. സമയം എടുക്കും, അതിൻ്റെതായ സമയത്തിൽ നടക്കും, ഡിവൈൻ ടൈമിൽ കാര്യങ്ങൾ നടക്കും. എന്ന് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ, ഇതും ഞാൻ പറഞ്ഞു സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് പ്രോപ്പറായിട്ട് എനിക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അവർക്ക് ചെയ്ത് കുറച്ച് പേർക്ക് മേ ബി അവർ ഫൈനാൻസ് ശരിയാക്കുന്നതായിരിക്കാം. ഓക്കെ, നല്ലൊരു ജോലി, നല്ലൊരു സ്റ്റെബിലിറ്റി വീട്ടിൽ പറയാൻ പറ്റണം അല്ലേ, നമുക്ക് പറയാൻ സാധിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കാം കുറച്ച് പേര്. അല്ലാത്തവർ മേ ബി അവർക്ക് ഫാമിലി എതിർപ്പൊക്കെ ഉണ്ട്, റിലീജിയൻ വേറെ എന്തെങ്കിലും ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് പേര് ഇപ്പോൾ സപ്പോസ് അവർ മാരീഡ് ആണ്, അങ്ങനത്തെ വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇവിടെ പല കാര്യങ്ങളും പിന്നിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ എല്ലാം ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് അലൈൻ ആയിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. അവരുടെ ഫീലിങ്സ് വൈസ് അവർ കമ്മിറ്റഡ് ആണ്, അവർ എനർജി വൈസ് അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഓക്കെ, സോ നിങ്ങളോട് പറയുന്ന ഒരല്പം ക്ഷമ വെച്ചിരിക്കൂ. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് കാണും പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, അവരെ എഫേർട്ട് കാണും, അവരെ സ്റ്റഡി എഫേർട്ട് കാണും. അതാണ് വേണ്ടതും. ഓക്കെ, അല്ലാണ്ട് വേഗം വന്നു ഇങ്ങനെ കുറച്ച് ദിവസം ഭയങ്കരമായിട്ട് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോട്ടെ.
എനിക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് രണ്ടുപേരും ഒരേപോലെ എഫേർട്ട് ഇട്ട് ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ആവശ്യമാണ്. സോ അതിവിടെ കാണുന്നുണ്ട് എനിക്ക്. ആൻഡ് ഇത് മാത്രമാണ് നമ്മളൊരു ചെറിയൊരു നെഗറ്റിവിലേക്ക് നമുക്ക് കിട്ടിയത്. ഇതിവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2 ഓഫ് സോർട്സ് ഉണ്ടായിരുന്നു. ഈ 2 സോർട്സ് ആണ് ഞാൻ ആകെ ഒരു കണ്ട ഒരു നെഗറ്റീവ് വശം ഇവിടെ. അത് നെഗറ്റീവ് അല്ല, ഇത് പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ്. ഓക്കെ, അതായത് രണ്ട് സിറ്റുവേഷൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അവരുടെ ലൈഫിൽ എന്ത് വേണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കാര്യമാണ്. പോരാത്തതിന് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഗാംബ്ലിങ്ങും കോഷനും ഫൈനാൻസസിന്റെ പ്രോബ്ലം കുറച്ച് പേർക്ക് ഉണ്ടാവാം, നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവാം. ഗാംബ്ലിംഗ് ഒന്നും എടുക്കണ്ട, അത് കുറച്ച് പേര് വളരെ വളരെ ചുരുക്കം പേർക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും അഡിക്ഷൻ, മേ ബി ഡ്രിങ്കിങ്ങോ എന്തെങ്കിലും ഗാംബ്ലിങ്ങോ എന്തെങ്കിലും കുറച്ച് പേർക്ക് കേട്ടോ, വളരെ വളരെ ചുരുക്കം പേർക്ക്. ഓക്കെ, ഇതൊക്കെ കുറച്ച് അത്രയ്ക്ക് ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്കൊന്നും മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, കോഷൻ കാണുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ, ഡോണ്ട് ഓവർ വർക്ക് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. ഓവർ വർക്ക് നിങ്ങളുടെ പേഴ്സൺ, ഇപ്പം ഞാൻ അതാ പറഞ്ഞു, അവർ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അവരെ ഒരു ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഓവർ വർക്ക് ചെയ്യേണ്ട നിങ്ങളോടും പറയുന്നുണ്ട്, നിങ്ങൾക്കും ആയിരിക്കും അഡ്വൈസ്, നിങ്ങളുടെ പേഴ്സണും ആയിരിക്കാം. ഓക്കെ, ഒരുപാട് ലൈക്ക് സ്ട്രെസ് എടുത്തിട്ട് അല്ലെങ്കിൽ ജോലി എന്ന് പറഞ്ഞ് റിലേഷൻഷിപ്പിനെ സൈഡ് ആക്കണ്ട എന്നുള്ളതുമായിരിക്കാം കുറച്ച് പേർക്ക്. ഓക്കെ, ഇവിടെ അത് മാത്രമേ ഒരു നെഗറ്റീവ് ഉള്ളൂ. മേ ബി നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ജോലിയിലൊക്കെ ഇതായിട്ട് ഇരിക്കുന്നുണ്ടാവും. ബട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ലൈഫ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളെ കൂടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോടൊരു സ്റ്റഡി ആയിട്ട് നിൽക്കണമെങ്കിൽ അവർ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കണം. സോ അതുകൊണ്ട് വർക്കിലേക്ക് ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നുണ്ടാവാം. സോ ഇവിടെ പറയുന്ന അവരോട് ഓവർ വർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂ ഉണ്ടാവാം. പിന്നെ കുറച്ച് പേർക്ക് അഗൈൻ ബാഡ് ഫൈനാൻസ് വെച്ചാൽ കുറച്ച് പേർക്ക് ഫൈനാൻസ് ശരിയായിരിക്കില്ല. സോ അത് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. വേറൊരു കാര്യം ഞാൻ തോന്നിയത് പറയാം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരല്പം റിസ്കി ആയിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആണെങ്കിൽ ഓക്കെ നിങ്ങളെ ലൈഫിലേക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അതായത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും സമ്മതിക്കണം, സൊസൈറ്റി സമ്മതിക്കുമോ, അങ്ങനെ പല കാര്യങ്ങളും വരും. ഓക്കെ, സോ അതായിരിക്കാം ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ എനിക്ക് കാണുന്നത്. ഞാൻ നേരത്തെ നമ്മളിവിടെ മാരേജ് കണ്ടതുകൊണ്ട് കുറച്ച് പേർക്ക് അതൊരു സിറ്റുവേഷൻ ഉണ്ട്. ബട്ട് അതിനെയും അവർ ഏതെങ്കിലും തരത്തിൽ അവർ ഹാൻഡിൽ ചെയ്ത് അവർ ബെറ്റർ ആക്കാൻ നിങ്ങളെ ചൂസ് ചെയ്യുന്ന തരത്തിൽ അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒരു ഡെക്ക് കൂടി വെച്ചിട്ടുണ്ട്, കയ്യിൽ കൂടി എടുത്തേക്കാം. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് റീഡിങ്. ഇത്ര പോസിറ്റീവായിട്ട് വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഫീലിങ്സ് വൈസ് ആൾക്ക് യെസ് വേണം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണം, ലൈഫിൽ വേണം. സോ അതിലൊന്നും ഡൗട്ട് നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, ഈ ഡെക്ക് കൂടി നമുക്ക് എടുക്കാം. ഡിസ്ഹാർമണി ട്രിഗേഴ്സ്. നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടാവും. മേ ബി രണ്ടുപേരും ആഗ്രഹിക്കുന്നത്, അതായത് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലായിരിക്കാം അങ്ങനൊരു ഫീലിംഗ്. റിഫ്ലക്റ്റിംഗ് ഷാഡോ വർക്ക്. ഓക്കെ, പ്ലൂട്ടോ ലെറ്റിംഗ് ഗോ. ക്ലോസ്ഡ് ഓഫ്, ഗാർഡഡ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഐ തിങ്ക് പ്രോബ്ലംസ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇൻറ്റ്യൂഷൻ, മൂൺ, illusions, confusion. Okay, and unexpected storm. Okay, final card, reunion. കാണിക്കാൻ പാടില്ല കാർഡ് ഇവിടെ. ഡ്രീം ഉണ്ട് ഇവിടെ ബോട്ടം, ആൻഡ് ചില കാർഡ്സ് കാണിക്കാൻ പറ്റില്ല കേട്ടോ. റീയൂണിയൻ ആണ് ഇവിടെ കാണുന്ന ബോട്ടം. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്, കോമ്പറ്റീഷൻ പോലെ വരുന്നുണ്ട്. അത് ഐ തിങ്ക് മേ ബി ഈഗോ ക്ലാഷസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് തീരെ സ്നേഹമില്ലാതെ ഒന്നുമല്ല, പക്ഷെ അവർ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അതായിരിക്കാം ഒരു പ്രോബ്ലം ഇവിടെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വർക്കിൽ കൂടുതൽ ജോലി അതിലൊക്കെ ബിസിയാണ് എന്നൊക്കെ പറയുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർ മറ്റു പല കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ അടുത്ത് സമയം തരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിസ്ഹാർമണിയാണ് നിങ്ങൾ തമ്മിൽ വരുന്നത്. ഒരു ചെറിയൊരു ക്ലാഷ് വരുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. ഇവിടെ റിഫ്ലക്റ്റിംഗ് കാണുന്നുണ്ട്. റിഫ്ലക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഷാഡോ വർക്ക്, സോൾ സെർച്ചിങ്, ഡീപ്പ് ഇൻട്രോസ്പെക്ഷൻ, ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് മുന്നോട്ട് എന്താ വേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ഡെത്ത് കാർഡ് എൻഡിങ്സ് ആണ്. പക്ഷേ എൻഡിങ് ഒരിക്കലും നമ്മൾ പ്രോപ്പർ എൻഡിങ് എന്ന രീതിക്കല്ല. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇപ്പോൾ സെപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ ഓക്കെ അതൊരിക്കലും ഒരു എൻഡിങ് അല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിലൊരു റിന്യൂവൽ ആണ് കാണുന്നത്. ട്രാൻസ്ഫോർമേഷൻ ആണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ റിന്യൂ അല്ലെങ്കിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ആവുക. ഓക്കെ, എന്തെങ്കിലും എൻഡ് ആയാൽ തന്നെ അതിൻ്റെ ഒരു പുതിയ തുടക്കം വരും എന്നുകൂടിയാണ്. ക്ലോസ്ഡ് ഓഫ് കാണുന്നുണ്ട്. യെസ്, ഇപ്പോൾ നിങ്ങളായിരിക്കാം ഇവിടെ വളരെയധികം ക്ലോസ്ഡ് ഓഫ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഒന്നും തുറന്നു പറയുന്നില്ല. നിങ്ങൾ തമ്മിലൊരു തുറന്നൊരു കോൺവെർസേഷൻ ആണ് ഇവിടെ ആവശ്യം. അതിനപ്പുറം ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം കാണുന്നില്ല. ഓക്കെ, പേഴ്സൺ നിങ്ങളോട് പറയുന്നില്ല. മേ ബി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാം.
ലൈക്ക് വെൻ അവരുടെ മനസ്സിൽ അവരുടെ ഇൻറ്റൻഷൻ വളരെ പ്യുവറാണ്. ഓക്കെ, അവർ ശരിക്കും നിങ്ങളോട് സ്നേഹത്തോടെയും എല്ലാം ഉണ്ട് മേ ബി. പക്ഷെ അവർ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, ലൈഫ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ബട്ട് നിങ്ങൾ ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയില്ലേ, ഒരാൾക്ക് തോന്നും അറ്റാക്ക് ചെയ്യുകയാണെന്ന് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർ ക്ലോസ്ഡ് ഓഫ് ആവും, ഗാർഡഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ അതെല്ലാം എന്താ പറയുക, ഒരു ദേഷ്യത്തിലൊക്കെ റിയാക്ഷൻസ് വരും. ഓക്കെ, സോ ഒരുപാട് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ. എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ വിട്ടു കൊടുക്കണം എന്നും അല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഓക്കെ, സാഹചര്യം അനുസരിച്ച് ചെയ്യാം കുറച്ചൊക്കെ. ആൻഡ് ഇവിടെ മൂണുണ്ട്, ഇൻറ്റ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഓക്കെ, മേ ബി ഇത് ചില ഫിയേഴ്സ് എനിക്ക് ഫീൽ ചെയ്യുന്ന, ഷാഡോ സൈഡും ഇതും എല്ലാം കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് നിങ്ങൾ ഒരുപാട് പോകുന്നുണ്ട്. കാരണം കാർഡ്സ് ഇവിടെ എനിക്ക് വളരെ പോസിറ്റീവാണ് വന്നിട്ടുള്ളത്, എനിക്കൊന്നും നെഗറ്റീവ് പറയാനില്ല. സോ ഇപ്പോൾ ഇവിടെ ഈ മൂൺ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഫിയേഴ്സ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് പേടികളുണ്ട് ഒരുപാട്. ഓക്കെ, ആ വ്യക്തി ഓക്കെ ഒരല്പം അധികം എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തി ആയിരിക്കാം. ബട്ട് എന്ന് വെച്ച് നിങ്ങൾ ഒരുപാട് നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് പേടി മാറ്റാനുള്ള ഏറ്റവും വലിയ ഒരു വഴി, ഏറ്റവും ബെസ്റ്റ് വഴി അതാണ്. നിങ്ങൾ ഒരു മനസ്സിൽ പേടി ഒരുപാട് വരുന്നുണ്ട്, ഈ പേഴ്സൺ എന്നെ വേണ്ടായിരിക്കും, അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ 100 ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, അത് നിങ്ങളൊന്ന് മാറ്റിയെടുക്കുക. ഇല്യൂഷൻസ്, കൺഫ്യൂഷൻ, നോട്ട് സീയിങ് ക്ലിയർലി, എസ്കേപ്പിസം, അഡിക്ഷൻസ്, ഫാന്റസി വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഒരു റൊമാൻറ്റിക് എന്ന രീതിക്ക് നിങ്ങളുടെ ഭാഗത്താണോ പേഴ്സൻ്റെ ഭാഗത്താണോ, എനിക്ക് നിങ്ങളുടെ ആണ് ഇത് കൂടുതലും ഫീൽ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വൈ. നിങ്ങൾ ഒരുപാട് സ്വപ്ന ലോകത്തിരിക്കാതിരിക്കാം, പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കുക. കാരണം എനിക്ക് ഇവിടെ പേഴ്സൻ്റെ ഫീലിങ്സിൻ്റെ ഭാഗത്ത് ഇത്തവണ വളരെ നല്ലതാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പക്ഷെ മേ ബി ഞാൻ ഇത് പറയാം, മേ ബി കുറേ കാലമായിട്ട് ആ വ്യക്തി നിങ്ങളോട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വെക്കുക, കുറച്ച് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കാണാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു പേടി കയറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവർ സ്ലോ ആയിട്ടായാലും അവർ ചില എഫേർട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് വീണ്ടും എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, വീണ്ടും പോവോ എന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ കയറി ഉണ്ടാവും. ഓക്കെ, സോ ബട്ട് അതിനെ വിട്ട് കളഞ്ഞേക്കൂ, ആ ടെൻഷൻസ് വിട്ട് കളയൂ, പേടികൾ വിട്ട് കളയൂ. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് സ്റ്റോം കാണുന്നുണ്ട്, ഡിസ്ട്രക്ഷൻ, കോൺഫ്ലിക്റ്റ്, അൺഫോർസീൻ ചേഞ്ച്, സഡൻ ന്യൂസ്. പക്ഷെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, മേ ബി ഓൾറെഡി വന്ന് കാണാം. ഐ തിങ്ക് ഇത് ഓൾറെഡി വന്നിട്ടുണ്ടാവും ഈ ഒരു ഇഷ്യൂ. അതുകൊണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ ഈ റീഡിങ് നോക്കുന്നത്. ബട്ട് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇത് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ ഇടയിൽ ഒരു തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു റിന്യൂവൽ വരാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഫൈനൽ കാർഡ് നമുക്ക് വന്നത് റിയൂണിയൻ ആയിരുന്നു. സോ ലാസ്റ്റ് കാർഡ് ഞാൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുക്കും. സോൾമേറ്റ്, ഫേറ്റഡ് പാർട്ട്ണർഷിപ്പ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് റിട്ടേൺസ്. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അകന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരും. അവർ നിങ്ങളെ വിട്ട് എവിടെയും പോകാൻ സാധിക്കില്ല. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, നമ്മളിവിടെ റീഡിങ് ഞാൻ നോക്കിക്കോളൂ, നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദറ്റ്. ആൻഡ് ഡ്രീം മെസ്സേജസ് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. നിങ്ങൾക്ക് ഡ്രീംസിൻ്റെ ത്രൂ നിങ്ങൾക്ക് തന്നെ മെസ്സേജസ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പേഴ്സണെ ഡൗട്ട് ചെയ്തു, വിട്ടുപോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രീംസിൽ ചിലപ്പോൾ കാണുമില്ല അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് കാണും. ഓക്കെ, അപ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് സൈൻ തരുവാണ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന ഇവിടുത്തെ സിറ്റുവേഷൻ ഓവറോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, പേഴ്സൺ കുറേ കാലമായിട്ട് നിങ്ങളോട് അധികം മുമ്പൊക്കൊന്നും അത്ര സ്റ്റഡി ആയിട്ടായിരിക്കില്ല. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ. ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്ന് കാണാം. ആ ബ്രേക്കിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഈ ചേഞ്ചസ് വരാൻ പോകുന്നത്. ഓക്കെ, മേ ബി മാറ്റം വരുന്നേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം മുന്നോട്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് അവരുടെ ഫീലിങ്സിൽ ഒരു ചേഞ്ച് എനിക്ക് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെയും ഇതായിട്ടൊക്കെ വരുന്നത്. ബട്ട് അങ്ങനെ അവർ വരുമ്പോൾ ഇനി നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് ഓപ്പൺ മൈൻഡ് എന്ന് വെച്ചാൽ അങ്ങനെ ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യാനല്ല. ഓക്കെ, കോഷൻ വെക്കാൻ നിങ്ങളും ഒരു കെയർ നിങ്ങളും വെച്ചോളൂ. ഓക്കെ, അവർക്ക് അവസരം കൊടുക്കാം എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഫീലിങ്സ് ഒന്ന് വളരെ നല്ലതായിരുന്നു വന്നത്. സോ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി ആൻഡ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.